റബ്ബിൽ ആലമീൻ. പിന്നെ വേറെ ഒരു ഉസ്താദ്, എന്റെ അയൽവാസിക്ക് മാനസിക രോഗമാണ്, അതായത് ഭ്രാന്ത്. അവരുടെ മകളെ എങ്ങനെ നിക്കാഹ് ചെയ്തു കൊടുക്കും എന്നാണ്. ഭ്രാന്തന്മാർക്ക് വിലായത്തില്ല, മക്കളെ വിവാഹം ചെയ്തു കൊടുക്കാനുള്ള അധികാരം ആർക്കില്ല, ഭ്രാന്തന്മാർക്കില്ല. അതുപോലെ തന്നെ ഫാസിഖീങ്ങൾക്ക് ഫത്വയിൽ മേലുണ്ടല്ലോ വിഷയങ്ങളൊക്കെ, ഫത്വയിൽ മേലുണ്ട് ഈ നിക്കാഹിന്റെ ആ വലിയനുള്ള നിബന്ധനകള് അല്ലെ, വലിയനുള്ള ഷർത്തുകള്, അതുപോലെ തന്നെ വരനുള്ള ഷർത്തുകള്, വധുവിനുള്ള ഷർത്തുകള്, സാക്ഷികൾക്കുള്ള ഷർത്തുകള്, അതൊക്കെ നമ്മുടെ ഫിഖഹിന്റെ കിതാബുകളൊക്കെ വിവരിച്ചിട്ടുണ്ട്. ആ ഷർത്തുകളൊക്കെ അനുസരിച്ച് നിക്കാഹ് ആയെങ്കിലേ നിക്കാഹ് സഹിയാവുകയുള്ളൂ. അപ്പോ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊടുക്കുന്ന ആ കൈക്കാരനല്ല വലിയ ഫാസിഖാവരുത്. അതുപോലെ തന്നെ പിന്നെ അടിമത്വം ഉണ്ടല്ലേ അത്, അതുപോലെ തന്നെ കുട്ടിയാവരുത്, അതുപോലെ തന്നെ ഭ്രാന്തനാവരുത്. ഇതൊക്കെ ആ വിലായത്തിന്റെ നിബന്ധനകൾപ്പെട്ട ഷർത്തിൽപ്പെട്ടതാണ്. വയൻഖുലു ളിദ്ദു കുല്ലി മിനൽ ഫിസ്ഖി വൽരിഖി വസ്സിബാ വൽജുനൂനി വിലായതൻ ലിഅബ്അദ ലാ ലിഹാകിമിൻ. ഫത്വയുടെ ഭാഗത്ത് അങ്ങനെ നീതിമാനാവണം, വലിയ സ്വതന്ത്രനാവണം, പ്രായപൂർത്തിയെത്തിയ ആളാവണം, ആഖിലാവണം. ഇതിന്റെ നേരെ എതിരുണ്ടല്ലോ എന്തിനാൽ ഫിസ്ഖി ആള് ഫാസിഖാണ്, അല്ലെങ്കിൽ ആള് അടിമയാണ്, അല്ലെങ്കിൽ പിന്നെ കുട്ടിയാണ്, ആര് വലിയ കുട്ടിയാണ്, അല്ലെങ്കിൽ വലിയനെന്ത് ഭ്രാന്തുണ്ട്. എന്നാൽ ആ കുട്ടിയെ ആ സ്ത്രീയെ നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടത് അധികാരം ആർക്ക് നീങ്ങും? അബഅദായ വലിയിലേക്ക് നീങ്ങുന്ന. അപ്പൊ വാപ്പാക്ക് ഭ്രാന്താണ്, അപ്പോൾ ആ വാപ്പാനേക്കാളും ബഈദായ വലിയ പെൺകുട്ടിക്കുണ്ടെങ്കിൽ അയാളാണ് വിവാഹം ചെയ്ത് കൊടുക്കേണ്ടത്. ഉദാഹരണം പറയാൻ, വാപ്പുണ്ട്, ആങ്ങളാരുണ്ട്, സഹോദരന്മാരുണ്ട്, വാപ്പാക്ക് ഭ്രാന്താണ്. അപ്പോൾ ആ കുട്ടിയെ ആ കുട്ടിയുടെ സഹോദരനാണ് ഉണ്ടെങ്കിൽ സഹോദരനാണ് നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി സഹോദരൻ ഇല്ലെങ്കിലോ ആ വാപ്പാന്റെ അഞ്ചന്മാരും ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഉണ്ട് നിൽക്കുക, എന്നാൽ അവരാണ് നിക്കാഹ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അഖറബായ ആ പെൺകുട്ടിയോട് ഏറ്റവും അടുത്ത വലിയുണ്ടല്ലോ, ആ ആൾക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ ആള് ഫാസിഖാണ്, അല്ലെങ്കിൽ ആള് പിന്നെ അങ്ങനത്തെ തടസ്സങ്ങളൊക്കെ ഉണ്ട് നിൽക്കുക. എന്നാൽ അതിനേക്കാളും ബഈദായ, അതിനേക്കാളും ദൂരായുള്ള വലിയ ആരോ ഉണ്ട് എങ്കിൽ അവരാണ് നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടത്, അതല്ലാതെ ഖാളി അല്ല. പിന്നെ അവർക്കും ആരുമില്ല നിൽക്കുക, അത് ബഈദായ പിന്നെ വലിയുമില്ല, എന്നാലൊക്കെ ഖാളിയിലേക്ക് നീങ്ങുള്ളൂ, എന്നാലൊക്കെ ഖാളി നിക്കാഹ് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉസ്താദെ, തഹജ്ജുദ് നിസ്കാരത്തിൽ ഓതാൻ ശ്രേഷ്ഠമായ സൂറത്തുകൾ ഏതൊക്കെയാണ്? തഹജ്ജുദ് നിസ്കാരത്തിൽ ശ്രേഷ്ഠമായ സൂറത്തുകൾ ഇന്നത് എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, എവിടെയും കണ്ടിട്ടില്ല. സാധാരണ അങ്ങനെ ഉണ്ടല്ലേ, ഇപ്പോ ഇശാ നിസ്കാരത്തിന് പിന്നെ വെള്ളിയാഴ്ച രാവാണെങ്കിൽ ഇശാ നിസ്കാരത്തിന് ഇന്ന സൂറത്ത്, മഗ്രിബിന് ഇന്ന സൂറത്ത്, അത് വെള്ളിയാഴ്ച രാവിലെ സുബഹിക്ക് ഇന്ന സൂറത്ത്, അങ്ങനെ കണ്ടല്ലോ നമ്മുടെ കിതാബുകളിലൊക്കെ, ഫിഖഹിന്റെ കിതാബിലൊക്കെ അതുണ്ട്. ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ വിവരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ളുഹാ നിസ്കാരത്തിൽ ഇന്ന സൂറത്ത്, വിത്ർ നിസ്കാരത്തിൽ ഇന്ന സൂറത്ത് എന്നൊക്കെ ഉണ്ട്. അതേസമയം തഹജ്ജുദ് നിസ്കാരത്തിൽ ഇന്ന സൂറത്ത് ഓതുക അത് പ്രത്യേകമായ ശ്രേഷ്ഠത ഉള്ളതാണ് എന്ന കാര്യം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടൊരു വിഷയം യാനത്തിലുണ്ട്. എങ്ങനെ വയഖറഉഹു അല തദ്രീജി മിൻ അവ്വലിൽ ഖുർആനി ഇലാ ആഖിരിഹി. തഹജ്ജുദ് സാധാരണ നിസ്കരിക്കുന്ന ആളുകളെ ആ ഖുർആന്റെ തർത്തീബ് അനുസരിച്ച് ഇങ്ങനെ ഓതുക. അങ്ങനെ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ ആദ്യം അൽ ബഖറ ഫാത്തിഹ ഓതി, പിന്നെ അലിഫ് ലാം മീം അൽ ബഖറ ഓതുക, എന്നിട്ട് അങ്ങനെ ഒരു പിന്നെ റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിൽ അതിന്റെ ബാക്കി ഓതുക, മൂന്നാമത്തെ റക്അത്തിൽ അതിന്റെ ബാക്കി ഓതുക, നാലാമത്തെ റക്അത്തിൽ അതിന്റെ ബാക്കി ഓതുക. അങ്ങനെ എത്ര റക്അത്താണോ അവൻ നിസ്കരിക്കുന്നെങ്കിൽ അത്ര റക്അത്തുകളിൽ ഇങ്ങനെ തർത്തീബായിട്ട് അതിന്റെ ഖുർആന്റെ ആ വഴി അനുസരിച്ച് വഴിക്ക് വഴിയായിട്ട് ഇങ്ങനെ ഒന്നുണ്ടാവില്ല, ആ നിനക്ക് ഓതുക. നാളെ നിസ്കരിക്കുമ്പോൾ അതിന്റെ ബാക്കി ഓതുക, മറ്റന്നാൾ നിസ്കരിക്കുമ്പോൾ അതിന്റെ ബാക്കി ഓതുക. അങ്ങനെ ഖുർആൻ മുഴുവൻ കാണാപ്പാടുള്ള ആളാണെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിലൂടെ ഖുർആൻ പൂർണ്ണമായും തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ്
അതാണ് ഇനി അങ്ങനെ അറിയാത്ത ആൾ ഖുർആൻ മുഴുവൻ കാണാതെ അറിയാത്ത ആളാണ്, ഒരു ജുസ് കാണാതെ അറിയാം, അമ്മയിലേക്ക് പിന്നാസുരെ കാണാതെ അറിയുന്ന ആളാണ് നിൽക്കുക. എന്നാൽ ഇന്ന് നിസ്കരിക്കുമ്പോൾ ആദ്യം അമ്മ ഓതുക, രണ്ടാമത്തെ റക്അത്തിൽ സാധിക്കുകയാണെങ്കിൽ നാസിഅത്ത് ഓതുക, മൂന്നാമത്തേൽ അബസ ഓതുക, അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കുറെ നിസ്കരിച്ചു, പിന്നെ ബാക്കിൽ നാട ഓതുക. അങ്ങനെ അവന് ഖുർആനിൽ നിന്ന് അവന് കാണാതെ അറിയുന്ന ആ ഭാഗങ്ങൾ അത് വഴിക്ക് വഴിയായി ഓതാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഈ ആൻറ്റിലൊക്കെ ഉള്ളത്. അതാണ് ഹത്താ തകൂന ലഹു ഫീ ഖിയാമിൽ ലൈലി ഖത്മത്തുൻ. അതാണ് അങ്ങനെ ഖിയാമുൽ ലൈലിലൂടെ തഹജ്ജുദ് നിസ്കാരത്തിലൂടെ ഖത്തം തീർക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് പുണ്യമുള്ള കാര്യമാണല്ലോ അങ്ങനെ ചെയ്യാൻ സാധിക്കുക. അത് ഇമ്മാ ഫീ കുല്ലി ശഹീരിൻ ഔ ഫീ കുല്ലി 40 ഔ അഖല്ല മിൻ ദാലിക ഔ അക്സറ. ഒരു മാസം കൊണ്ട് ഖുർആൻ തഹജ്ജുദ് നിസ്കാരത്തിലൂടെ ഖുർആൻ പൂർത്തിയാക്കാൻ വേണ്ടി ഒരു മാസം കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അങ്ങനെ, 40 ദിവസം കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറം 2 മാസം കൊണ്ടാണ് അങ്ങനെ ഖുർആൻ തഹജ്ജുദ് നിസ്കാരത്തിലൂടെ അല ഹസ്ബിൻ നശാത്തി വൽ ഹിമ്മത്തി, അവന്റെ മനക്കരുത്തും അവന്റെ ഉന്മേഷത്തിന്റെ ഒക്കെ സ്ഥിതി അനുസരിച്ച് തഹജ്ജുദ് നിസ്കാരത്തിലൂടെ അവന് ഖുർആൻ പിന്നെ ഖത്തം തീർക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അത് ഇന്നത്തെ ബാക്കി നാളെ, നാളത്തെ ബാക്കി മറ്റന്നാൾ, ആ രീതിയിൽ ഓതലാണ് ഏറ്റവും ഉത്തമം എന്നുള്ള ഒരു വിഷയമേ അത് സംബന്ധമായി എനിക്കറിയും. മറ്റേ ഞാൻ കണ്ടിട്ടില്ല തഹജ്ജുദ് നിസ്കാരത്തിൽ ഇന്ന സൂറത്ത് ഓതുക എന്നുള്ളത്, അത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പിന്നെ ഉസ്താദെ, വ്യഭിചാരം ചെയ്ത ഒരാൾക്ക് മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? തൗബാത്ത് ചെയ്തു നിൽക്കുക, എന്നാ പിന്നെ ഫാസിഖിന് നിക്കാഹിന്റെ അധികാരമില്ല. നിക്കാഹിന് മാത്രമല്ല, അയാൾക്ക് വിലായത്തില്ല. ഫാസിഖിന് വിലായത്തില്ല, തെമ്മാടിയാണ്, അയാൾക്ക് വിലായത്തില്ല. പക്ഷെ അതേ സമയത്ത് തെമ്മാടിത്തരം ചെയ്തു, പിന്നീട് അദ്ദേഹം തൗബ ചെയ്തിരിക്കുന്നു. എന്നാൽ അത്തബി കമാലാദമ്പല്ല അല്ലെ, തൗബ ദോഷം ചെയ്തു തൗബ ചെയ്തു, എന്നാൽ അയാൾക്ക് പിന്നെ ദോഷമില്ല, ചെയ്യാത്ത ആളെ പോലെയാണ്. പിന്നെ അപ്പൊ ഫാസിഖ് എന്ന് പറയണമെങ്കിൽ അയാൾ ദോഷം ചെയ്യുകയും ആ ദോഷത്തിനെ തൊട്ട് തൗബ ചെയ്യാതെ അതിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യുക, അങ്ങനത്തെ ആളാണ് ഫാസിഖ്. അങ്ങനത്തെ ആളാണെങ്കിൽ അദ്ദേഹത്തിന് മകളെ വിവാഹം ചെയ്ത് കൊടുക്കാനുള്ള അധികാരമില്ല, നിക്കാഹ് ചെയ്ത് കൊടുത്താൽ സഹിയാവുകയും ചെയ്യൂല എന്നാണ്. അതേസമയം തൗബ ചെയ്തു, എന്നാൽ പിന്നെ അയാൾ ഫാസിഖ് അല്ല, പിന്നെ അപ്പൊ ആൾക്ക് നിക്കാഹിന്റെ ചെയ്ത് കൊടുക്കാനുള്ള അധികാരവും ഉണ്ട്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഞാൻ ഇടക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു, നാവിന് ക്യാൻസർ ആയിരുന്നു, 1.5 വർഷം കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇതുവരെ കുഴപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചെറിയ ഒരു പ്രോബ്ലം ഉണ്ട്. സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്, ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫദ്ൽ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മറ്റു എല്ലാ മുർസലുകളുടെയും എല്ലാ നബിമാരുടെയും എല്ലാ ഔലിയാക്കളുടെയും എല്ലാ മലക്കുകളുടെയും ജിന്നിലും ഇൻസിലും പെട്ട സ്വാലിഹ്യങ്ങളുടെയും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെയും അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള എല്ലാ സംഗതികളുടെയും ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ആ രോഗങ്ങളൊക്കെ മാറ്റി നിങ്ങൾക്ക് പൂർണ്ണ ശിഫയും അള്ളാഹുവിന്റെ ത്വാഅത്തിലായ സിഹത്തോടു കൂടി ആഫിയത്തോടു കൂടി ദീർഘായുസ്സ് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തഹജ്ജുദ് എത്രയും നിസ്കരിക്കാമോ? അതെ, തഹജ്ജുദ് എത്രയും നിസ്കരിക്കാം. അതിന് തഹജ്ജുദ് നിസ്കാരത്തിന് ഇത്ര റക്അത്ത് എന്ന കണക്കില്ല, എത്രയും നിസ്കരിക്കാം. 2 മുതൽ എത്രയും ആവാം. ഒരു അമുസ്ലിം സ്ത്രീ മുസ്ലിമായാൽ പിന്നെ അവളുടെ പിതാവിനെയോ സഹോദരനെയോ തൊടാൻ അവളുടെ വുളു മുറിയുമോ? ഇല്ല, വുളു മുറിയുകയില്ല. ദുഹാ നമസ്കാരത്തിന്റെ സൂറത്ത് ഏതാ? അമുസ്ലിമായ സ്ത്രീ മുസ്ലിമായി നിൽക്കുക. എന്നാ പിന്നെ അതുകൊണ്ട് പിന്നെ അവളെ വാപ്പാൻ തൊട്ടാൽ വുളു മുറിയോ? അവളെ അച്ഛനെ തൊട്ടാൽ അല്ലേ, കാഫിറായ പിതാവിനെ തൊട്ടാൽ വുളു മുറിയില്ല. അല്ലെങ്കിൽ മുസ്ലിമായ പുരുഷനാണ്, കാഫിറത്തായ അവരുടെ മാതാവിനെ തൊട്ടാൽ വുളു മുറിയില്ല. പിന്നെ വേറെന്താ? ദുഹാ നിസ്കാരത്തിൽ ഏത് സൂറത്താണ് ഓതുന്നത്? ദുഹാ നിസ്കാരത്തിൽ ആദ്യത്തെ റക്അത്തിൽ വശംസി വളുഹാഹ, അത് കാണാതെ അറിയെങ്കിൽ അത്. രണ്ടാമത്തെ റക്അത്തിൽ വളുഹാ വല്ലൈലി ഓതലാണ്. ബാക്കിയുള്ള മറ്റുള്ള റക്അത്തുകളിൽ അതിന്റെ തർത്തീബ് അനുസരിച്ച് ഓതലുമാണ് ഉത്തമം. ആദ്യത്തെ റക്അത്തിലെ വശംസി വളുഹാഹ, രണ്ടാമത്തേല് വളുഹാ വല്ലൈലി. സാധിക്കുകയാണെങ്കിൽ അത് ഓതുക. ഇനി അത് കാണാത്ത അറിയുന്ന ആളാണെങ്കിലോ കാണാതെ അറിയില്ല നിൽക്കുക, ആ സുഹൃത്ത് അറിയില്ല, എന്നാൽ പിന്നെ ഇനി വേറെ സുഹൃത്തും ഓതാം. ഇനി ഒരു സുഹൃത്തും ഓതാതെ വെറും ഫാത്തിഹ മാത്രം ഓതി നിസ്കരിച്ചാലും സഹിയാവുകയും ചെയ്യും.
ഇമാം ഫാത്തിഹ ഓതിയാൽ ചിലർ ഫാത്തിഹ ഓതാറില്ല. അതിന്റെ വിധി ഞാൻ ഷാഫി മദ്ഹബ് ആണ്. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഇമാം ഫാത്തിഹ ഓതിയാലും മഅ്മൂമിൻ ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഫാത്തിഹ ഓതാൻ സൗകര്യമുള്ളതിനോട് കൂടി ചില മസ്ബൂഖൊന്നുമല്ല, ഇമാമ് റുക്കൂലേക്ക് പോകുന്നതിന്റെ മുമ്പായിട്ട് ഫാത്തിഹ പൂർണ്ണമായി ഓതാൻ സൗകര്യമുള്ള ഒരാളാണ്. അതോടുകൂടി അയാൾ ഫാത്തിഹ ഓതിട്ടില്ല എങ്കിൽ അയാളുടെ നിസ്കാരം സഹിയാവുകയില്ല. മസ്ബൂഖാണ് നിൽക്കുക. എന്നാൽ അവന് ഫാത്തിഹ സാധിക്കുന്നത്ര ഓതൽ നിർബന്ധമാണ്. ബാക്കിയുള്ളത് ഇമാമ് ചുമക്കും. ഈ തീരെ ഓതാൻ സാധിക്കാത്ത ആളാണ് നിൽക്കുക അല്ലെ. അങ്ങനെ ഇമാമത്ത് കിബീറത്തിൽ കയറാൻ കിട്ടിയ ഉടനെ തന്നെ ഇമാം റുക്കൂയിലേക്ക് പോയി. എന്നാലോ അവന് ഫാത്തിഹ നിർബന്ധമില്ല. അല്ലെങ്കിൽ റുക്കൂയിലാണ് തുടർന്നത്. എന്നാൽ ഫാത്തിഹ അവന്റെ ഫാത്തിഹ ഇമാമ് ചുമക്കുന്ന, അതല്ലാതെ ഇമാമ് ഫാത്തിഹ ഓതിയിരിക്കുന്നു, അതുകൊണ്ട് മഅ്മൂമിന് ഫാത്തിഹ നിർബന്ധമില്ല, അങ്ങനല്ല. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ഫാത്തിഹത്തുൽ കിതാബിന, ഫാത്തിഹ ഓതാത്ത ആൾക്ക് നിസ്കാരം ഇല്ല. അതാണ്. അതുകൊണ്ട് തന്നെ ഇമാമിനും മഅ്മൂമിനൊക്കെ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. തഹജ്ജുദ് നിസ്കാരം ഒന്ന് ഉറങ്ങിയാൽ നിർബന്ധമുണ്ടോ? ഉറങ്ങൽ നിർബന്ധമുണ്ടോ? ഉണ്ട്. രാത്രി ഉറങ്ങണം. തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. അത്തനഫുലു ബില്ലൈലി ബഅദ നൗമീന, രാത്രി ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. അപ്പൊ രാത്രി ഒന്ന് ഉറങ്ങൽ നിർബന്ധമാണ്. അതിനുശേഷം സുബിഹാവും ചെയ്യരുത്. അപ്പൊ രാത്രി ഉറങ്ങി സുബിഹിന്റെ മുമ്പായി നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. അപ്പൊ രാത്രി ഉറങ്ങിയിട്ടില്ലെങ്കിലോ തഹജ്ജുദ് ഇല്ല അവന്. ഇസ്ലാമിലേക്ക് വന്ന ഒരാൾ മരിച്ചു. ഇസ്ലാമിലേക്ക് ഇസ്ലാമി വീക്ഷണത്തിലെ ശരി, ഇസ്ലാമി വീക്ഷണത്തിൽ ഒരാളെ മരിച്ചു എന്ന് തീരുമാനിക്കുന്നത് ഹൃദയം നിരച്ചായി, ഇത് മസ്തിഷ്ക മരണം സംഭവിച്ചാണോ? ഇസ്ലാമിക ഒരാൾ മരിക്കണ ഇതില്ലല്ലേ. അതിനൊക്കെ നമ്മുടെ ഫിഖിന്റെ കിതാബിലൊക്കെ ഉണ്ട് മരിച്ചതിന്റെ അടയാളങ്ങളൊക്കെ. അവന്റെ അതൊക്കെ ഉണ്ട്. മസ്തിഷ്ക മരണം എന്നല്ല, ഒരാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവന്റെ ശരീരത്തിന് അവന്റെ റൂഹിന്റെ കുത്തിപ്പിരിക്കുക. അതിന് പല അടയാളവും ഉണ്ടാവില്ലല്ലേ. അതിന് പല അടയാളം. അതിന് ഡോക്ടർമാരാവൊന്നും വേണ്ട, സാധാരണ ആളുകൾക്കൊക്കെ അതിന്റെ അടയാളമുണ്ട്. മൂക്കിന്റെ അവിടെ അങ്ങനെ നൂലൊക്കെ വെച്ച് നോക്കുക. അപ്പൊ ആ നൂലിങ്ങനെ ചലിക്കണില്ല നിൽക്കുക. അപ്പൊ ശ്വാസം വരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെ അവന്റെ കാലിന്റെ പാദം കുഴഞ്ഞ് പിന്നിക്ക് മറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ പല അടയാളങ്ങളുണ്ട്. അപ്പൊ അതന്നെ ഇസ്ലാമിക വീക്ഷണപ്രകാരം മരിക്കുക അങ്ങനല്ല. ശരീരത്തിന് പൂർണ്ണമായും റൂഹാണ്ട് പോവുക, അപ്പോൾ മരണം സംഭവിക്കും. അല്ല മസ്തിഷ്കം പിന്നെ മരിച്ചു അതുകൊണ്ട് മരണമാവൂല. ഇത് ചോദിക്കാൻ കാരണം മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തി ഹൃദയം നിലച്ചിട്ടില്ല അവസ്ഥയിൽ യുഎഇയിലെ ഹോസ്പിറ്റലിൽ എന്തായാലും ശരി, അതല്ല വിഷയമുള്ളത്. അത് ഹൃദയമിടിപ്പുണ്ടോ ഇല്ല അതൊന്നല്ല വിഷയം. ശരീരത്തിൽ നിന്ന് അവർ റൂഹ് പൂർണ്ണമായും പോയി എന്ന കാര്യം ഉറപ്പുവരുക. അപ്പോൾ അതുകൊണ്ടാണ് മരണം സംഭവിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ കണക്ക്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കമ്പനി നൽകുന്ന മെഡിക്കൽ ഇൻഷുറൻസ് കാർഡ് നമുക്ക് ഉപയോഗിക്കാമോ? ഡോക്ടറെ കാണാനും മരുന്ന് വാങ്ങാനും ടെസ്റ്റിനുമെല്ലാം ഉപയോഗിക്കാമോ? അതിപ്പോ ആ ഇൻഷുറൻസ് അത് ഏത് രീതിയിലാണെന്ന് മനസ്സിലാണില്ല അല്ലേ. ഏത് രീതിയിലത്തെ ഇൻഷുറൻസ് ആണ് അതാവും. അനുവദിക്കപ്പെട്ട ഇൻഷുറൻസ് ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അനുവദിക്കപ്പെടാത്തത് പറഞ്ഞാൽ നമ്മളൊരു സംഖ്യ നൽകുക, എന്നിട്ട് നമുക്കത് നഷ്ടപ്പെടുകയാണ്. നമുക്ക് രോഗമൊന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുത്ത പൈസ ഒക്കെ നഷ്ടപ്പെടുന്നു. നേരെ മറിച്ച് നമുക്ക് രോഗം സംഭവിച്ചാലോ നമ്മൾ കൊടുത്തതിനേക്കാളും അപ്പുറം നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുകയും ചെയ്യുന്നു. ഈ രീതിയിലാണെങ്കിൽ അത് ഹറാമാണെന്നാണ്. ഈ രീതിയിലാണെങ്കിൽ ഹറാമാണ്. അതേ സമയത്ത് പിന്നെ ഒരു കമ്പനി നമ്മുടെ അടുക്കുന്ന പൈസ വാങ്ങുന്നത് ഇൻഷുറൻസ് ആണെന്നൊക്കെയല്ല, രോഗം വന്ന ആളുകളെ സഹായിക്കാനുള്ള ഒരു ഫണ്ട് എന്ന നിലക്കാണ്. രോഗം വന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഫണ്ട് ഉണ്ടാക്കുന്നു ഒരു കമ്പനി, ഒരു ഇൻഷുറൻസ് കമ്പനി. അതിന്റെ എന്ത് പേരാനും വേണ്ടില്ല.
ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഒരു ഫണ്ട് ഉണ്ടാക്കുന്നു. അപ്പൊ എല്ലാവരും അതിൽ അംഗങ്ങളാകുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഒരു നിശ്ചയ സംഖ്യ ആ പിന്നെ ഫണ്ടിലേക്ക് നൽകുക. എന്തിന്? പൊരുത്തപ്പെട്ട് നൽകുക. നമുക്ക് അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയൊന്നല്ല, പടച്ചവനത് കൂട്ടിയിട്ടാൻ വേണ്ടിയിട്ട്, രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ആണ് അവരൊക്കെ ആ സംഖ്യ കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് രോഗം വന്ന് നിൽക്കുക, അപ്പൊ നമ്മളെയും ശുശ്രൂഷിക്കുന്നു, വേറെ ആൾക്ക് രോഗം വന്നു അയാളെയും ശുശ്രൂഷിക്കുന്നു. ഈ രീതിയിലാണെങ്കിൽ അത് അനുവദനീയമാണ്. മറ്റേത് ആണെങ്കിൽ അത് രോഗികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഫണ്ടാണ്. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് രോഗം വന്ന ആളുകളൊക്കെ ശുശ്രൂഷിക്കുന്നു. അതിൽപ്പെട്ട ഒരാൾ ആണ് ഇവന് രോഗം വന്നാൽ ഇവനെയും ശുശ്രൂഷിക്കുന്നു. ആ രീതിയിലാണ്. അതുകൊണ്ട് വിരോധമില്ല, അല്ലാതാണെങ്കിൽ ഹറാമാണെന്നാണ്. പിന്നെ ഇതൊക്കെ ഇത് ഹറാമാവല് ഇവനൊരു സംഖ്യ നൽകുന്നു, അങ്ങനെയാകുമ്പോഴാണ്. ഇവനൊരു സംഖ്യ നൽകുന്നുണ്ട് അല്ലെ, അതേസമയത്ത് ഇതല്ല. ഇനി കമ്പനികളൊക്കെ നിൽക്കുക. കമ്പനികൾ ഇങ്ങനെ ഇവന്റെ അടുക്കത്ത് പൈസ ഒന്നും ഈടാക്കാതെ, അവൻ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ആ കമ്പനി ഇവന്റെ അടുക്കത്ത് പൈസ ഒന്നും ഈടാക്കുന്നില്ല. പിന്നെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ രോഗം വന്നാൽ ആ കമ്പനി ശുശ്രൂഷിക്കുന്നു നിൽക്കുക. അതാണ് വിഷയം. എന്നാ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇവന്റെ അടുക്കത്ത് പൈസ വാങ്ങണമെന്നില്ല. ആ കമ്പനി എന്ത് ചെയ്യുന്നു, ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ രോഗം വന്നാൽ ആ ഒരു കമ്പനി പിന്നെ ചികിത്സിക്കുന്നു. എന്നാ പ്രശ്നമൊന്നുമില്ലല്ലോ. അത് തെറ്റുള്ള കാര്യമല്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ അത് പറഞ്ഞില്ല. ചില ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഇൻഷുറൻസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഏത് ഇൻഷുറൻസ് എന്ന് നിലക്കല്ല, അവിടെ ആ രാജ്യത്തുള്ള ആളുകളുടെ അടുക്കൽ നിന്ന് പിന്നെ ആ രാജ്യം എന്ത് വാങ്ങുന്നു, ഒരു സംഖ്യ വാങ്ങുന്നു. ഏത് നിലക്ക്? രോഗികളെ ശുശ്രൂഷിക്കാനുള്ള ഒരു ഫണ്ട് എന്ന നിലക്ക്. എന്നിട്ട് രോഗികൾക്ക് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവര് പിന്നെ ചികിത്സ നൽകുന്നു. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ തിരക്കടൊന്നുമില്ല. ഇവന് രോഗം വന്നാൽ ഇവനെയും ശുശ്രൂഷിക്കുന്നു, ഇവനെയും ചികിത്സിക്കുന്നു. വേറെ ആൾക്ക് രോഗം വന്നാൽ അയാളെയും ചികിത്സിക്കുന്നു. ആ രീതിയിലാണെങ്കിൽ അതുകൊണ്ട് വിരോധമില്ല. എന്താണ് വിരോധം ഇല്ലായിരിക്കാൻ കാരണം? അതിൽ നൽകുന്ന ഓരോരുത്തരും ആ നിലക്കാണ് കൊടുക്കുന്നത്. എനിക്ക് കിട്ടണം നിങ്ങൾ നിലക്കല്ല, രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി സഹായിക്കുകയാണ്. അതിൽ പടച്ചോന്റെ കൂടി കിട്ടണം എന്ന രീതിയിലാണ് അതിൽ ആളുകൾ പൈസ കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ല കാര്യമാണ്, വിരോധമുള്ള കാര്യമല്ല. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ഉസ്താദ്, എനിക്ക് ഈ ആള് എപ്പോഴും നിങ്ങൾക്ക് എന്ത് കുറച്ച് കുറെ എഴുതൊക്കെ അവിടെ വായിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ കുറച്ച് നേരത്തെ അല്ലേ, നമ്മൾ മൈക്കെടുക്കാത്ത സമയത്ത് തന്നെ PM ചെയ്യാലോ. നമ്മൾ മൈക്കിലേക്ക് വരാത്ത സമയത്ത് തന്നെ PM ചെയ്ത് കിടത്തോടെ. എന്നാണ് നമുക്ക് ഒഴിവുണ്ടാകുന്ന സമയത്ത് ശരിക്കും അതിങ്ങനെ വായിക്കാം. നമ്മൾ പിന്നെ മറുപടി കൊടുത്താൽ ഇത് തന്നെ. ഇതിപ്പോ വലിയ കുറെ എഴുതുമ്പോഴേ ഒരു വായിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എന്റെ ഉസ്താദെ, എനിക്ക് കുറെ നോമ്പ് ഖളാ വീട്ടാൻ ഉണ്ട്. വെള്ളിയാഴ്ച ദിവസം മാത്രം ഖളാ വീട്ടുന്നതിൽ വല്ല കുഴപ്പവും ഉണ്ടോ? അരി കൊടുക്കണോ? നോമ്പ് മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് ഞാൻ. നന്നാവാൻ ഉസ്താദ് ദുആ ചെയ്യണം. വെള്ളിയാഴ്ച മാത്രം നോമ്പ് ഖളാ വീട്ടുന്നതിൽ വിരോധമൊന്നുമില്ല. നോമ്പ് ഖളാ ആയ നോമ്പാണ് നിൽക്കുക. ഖളാ ആയ നോമ്പാണ്. അയാൾക്ക് ഒഴിവ് വെള്ളിയാഴ്ച നോമ്പൊരുക്കലാണ് അയാൾക്ക് ഒഴിവ്. കാരണം വെള്ളിയാഴ്ച ജോലിയൊന്നുമില്ല. അപ്പൊ ആ രീതിയിലാണ് ഈ കുഴപ്പമൊന്നുമില്ല. വെള്ളിയാഴ്ചയെ മാത്രം നോമ്പ് കൊണ്ട് ഖാസാക്കാൻ പാടില്ല. അതെങ്ങനെ വെച്ചാ സുന്നത്ത് നോമ്പ് പറു നോമ്പ് ഖളാ വീട്ടുന്നതിനെ കുറിച്ചല്ലേ പറയാം. വെള്ളിയാഴ്ച മാത്രം ഞാൻ സുന്നത്ത് നോമ്പ് വെക്കുക, അങ്ങനെ നോക്കാൻ പാടില്ല എന്നാ. സുന്നത്ത് നോമ്പ് കൊണ്ട് വെള്ളിയാഴ്ചയെ പ്രത്യേകമാക്കുക, അത് പാടില്ല. പിന്നെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച നോക്കുക, അങ്ങനെ പറ്റും. അല്ലെങ്കിൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അങ്ങനെ നോക്കാൻ പറ്റും. വെള്ളിയാഴ്ച മാത്രം ഞാൻ സുന്നത്ത് നോമ്പ് വെക്കുക പറ്റൂല, അത് പാടില്ലാത്ത വിഷയമാകുന്നു. അതേസമയത്ത് ഖളാ ആയ നോമ്പാണ്, ഫർള് നോമ്പാണ്, അത് എപ്പോഴും ഖളാ വീട്ടണം. അത് വെള്ളിയാഴ്ച ഖളാ വീട്ടിനോട് വിരോധം ഇല്ല. വെള്ളിയാഴ്ച ഒരാൾക്ക് ഒഴിവ്, അപ്പോ അന്ന് നോൽക്കണോട് വിരോധമില്ല. പിന്നെ അതിന് മുദ്ദ് കൊടുക്കണമെന്നോ? മുദ്ദ് കൊടുക്കേണ്ടത് പിന്നെ അടുത്ത റംസാന്റെ ഈ റംസാനിന് ഖളാ ആയി പോയതാണ്. അടുത്ത റംസാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടുന്നില്ല നിൽക്കുക. അടുത്ത റംസാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടാൻ സൗകര്യം ഉണ്ടായിരുന്നു, എന്നിട്ടും ഞാൻ വീട്ടുന്നില്ല. പിന്നെ ഈ വർഷം ഖളാ ആയത് അടുത്ത റംസാന്റെയും ശേഷമാണ് ഖളാ വീട്ടുന്നത്. എന്നാൽ ഒരു റംസാൻ മറിഞ്ഞു, അതിന്റെ പേരിൽ അവൻ ഖളാ വീട്ടുന്നതിന് പുറമെ ഓരോ ദിവസത്തെ നോമ്പിനും ഓരോ മുദ്ദ് കൊടുക്കുകയും വേണം. അതെല്ലാം അടുത്ത റംസാന്റെ മുമ്പായിട്ട് ഖളാ വീട്ടുന്നുണ്ട്, എന്നാലും മുദ്ദ് കൊടുക്കും വേണ്ട. പിന്നെ
പിന്നെ വേറൊരു PM ഉണ്ടല്ലേ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. നമ്മുടെ നാടുകളിൽ ഉളുഹിയത്തിന്റെ ഇറച്ചി വിതരണം ചെയ്യുന്നത് മഹല്ല് കമ്മിറ്റിയാണ്. 7 ആളുകൾ ഷെയർ ആയ ഒരു മൃഗത്തെ വിഹിതം വെക്കുന്നത് ഒന്ന് വിശദീകരിക്കാമോ? മൊത്തം ഇറച്ചി 3 വിഹിതം വെച്ച് 2 സാധുക്കൾക്ക് കൊടുക്കാൻ മഹല്ല് കമ്മിറ്റി ഏൽപ്പിച്ചു. ഒരു വിഹിതം നമ്മൾ 7 ആളുകൾ വിഹിതം വെച്ചു എടുക്കുകയാണോ ചെയ്യുന്നത്? അതെങ്ങനെയാലും വേണ്ടില്ല. മഹല്ല് കമ്മിറ്റിയെ ഏൽപ്പിക്കൊണ്ട് വിരോധമൊന്നുമില്ല. അത് പിന്നെ ഇതാണ് വക്കാലത്താക്കാണ്. മഹല്ല് കമ്മിറ്റിനല്ല. നമ്മളെന്ത് ചെയ്യാം, നമ്മളൊരു പിന്നെ അവര് അതിന്റെ വ്യക്തികൾ ഉണ്ടാവുമല്ലോ. മഹല്ല് കമ്മിറ്റിയിലെ വ്യക്തികൾ സെക്രട്ടറിയോ പ്രസിഡന്റ്, സെക്രട്ടറി പ്രസിഡന്റ് എന്നുള്ള നിലക്കല്ല, അതിൽപ്പെട്ട ഏതെങ്കിലും ആള് പിന്നെ ഒരാളെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ ഉബഹിയത്ത്, എന്റെ ഉബഹിയത്ത് അറുത്തു കൊടുക്കാൻ നിങ്ങളെ ഞാൻ വക്കാലത്താക്കി, അങ്ങനെ വക്കാലത്താക്കാണ് അദ്ദേഹത്തെ. അല്ലെങ്കിൽ 7 ആള് കൂട്ടി ഇനി വക്കാലത്താക്കാണ്. എന്നാൽ അതുകൊണ്ട് വിരോധമില്ല. അപ്പൊ അതിന്റെ പിന്നെ ഒരു മൃഗത്തിൽ 7 ആൾക്ക് വരേക്കും പങ്കു ചേരാലോ. പിന്നെ എന്താണ് അതിൽ 3-ൽ നമ്മൾ എടുക്കുന്നത് 3-ൽ ഒരു ഓഹരിയേക്കാളും കൂടുതൽ ആവാതിരിക്കലാണ് ഏറ്റവും ഉത്തമം. ഇനി 3-ൽ ഒരു ഓഹരിയേക്കാളും കൂടുതൽ എടുത്തു നിൽക്കുന്നാലും വിരോധമുള്ള വിഷയമല്ല. ഉളുഹിയത്തും അത് അല്പം മാത്രം സദഖ ചെയ്തുകൊണ്ട് ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾ തന്നെ എടുത്താലും പിന്നെ ഉളുഹിയത്ത് സഹിയാകും. അതുകൊണ്ട് വിരോധമില്ല. എന്നാൽ 3-ലൊരു അംശത്തിനേക്കാളും കൂടുതൽ, ഒരു ഓഹരിയേക്കാളും കൂടുതൽ എടുക്കാതിരിക്കലാണ് ഉത്തമം. പിന്നെ ഇനിയിപ്പോ അവിടെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഇങ്ങനെ അറുക്കുകയാണല്ലേ. അപ്പോ ഒരുപാട് മൃഗങ്ങളൊക്കെ അറുക്കുകയാണ്. ഏതായാലും ഒരു മൃഗത്തിൽ 7-നേക്കാൾ കൂടുതൽ ആളുകളുണ്ടായാൽ ആരുടെയും ഉദയത്ത് സഹിയാവുകയില്ല. ഒരു മൃഗത്തിലെ 8 ആള് കൂടി നിൽക്കുക, എന്നാലോ 4 ഉദയത്താവൂല. കാരണം ഒരു മൃഗത്തിൽ 7-നേക്കാളും കൂടുതൽ ആളുണ്ടായ സഹിയാവുമല്ലോ. അപ്പൊ ഒരു മൃഗത്തിൽ 8 ആള് കൂടി നിൽക്കുക, എന്നാൽ ആരുടെയും ഉദയത്ത് സഹിയാവുകയില്ല. പിന്നെ ഇനി 2 മൃഗാണ് അല്ലേ, 2 മൃഗാണ് 8 ആള് കൊടുത്ത്, 8 ആള് കൂടി 2 മൃഗം വാങ്ങി, എന്നാലും സഹിയാവൂല. എന്നാലും സഹിയാവൂല. പിന്നെ സഹിയാണ് എന്ത് വേണം? അതിന്റെ 2 മൃഗത്തിൽ ഒന്നിൽ 4 ആളും മറ്റേതിൽ 4 ആള്, അങ്ങനെ വേണം, എന്നാലും സഹിയാവുള്ളൂ. സംഗതി 2 മൃഗം 14 ആൾക്കാർ വരെ പങ്കെടുക്കാനല്ലേ. ഇതിപ്പോ 8 ആളേ ഉള്ളൂ. പക്ഷേ പിന്നെ അത് വേറെ ആക്കിയിട്ടില്ലെങ്കിലേ ഈ 8-ൽ ഈ 2 മൃഗത്തിലും 8 ആളുകൾ പിന്നെ പങ്ക് ചേരൽ വരുവാണ്. അപ്പോ പറ്റുകയില്ല. പിന്നെ എന്ത് വേണം? അങ്ങനെ ആക്കാം. പിന്നെ 8 ആളാണ് ഒരു മൃഗത്തില് 8 ആളാണ്, 4 ആളാണ്, മറ്റേ മൃഗത്തിൽ 4 ആളാണ്, അപ്പൊ പറ്റും. അല്ലെങ്കിൽ ഒരു മൃഗത്തിൽ 5 ആളാണ്, രണ്ടാമത്തേൽ 3 ആളാണ്, അപ്പോഴും പറ്റും. അല്ലെങ്കിൽ ഒരു മൃഗത്തിൽ 6 ആണ്, രണ്ടാമത്തേൽ 2 ആണ്, അങ്ങനെയൊക്കെ പറ്റും. അങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ അങ്ങോട്ട് പിന്നെ മറ്റേ പറ്റുകയില്ല. പിന്നെ അതിന്റെ ഇറച്ചി അല്ലേ, അത് പിന്നെ പ്രശ്നമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി മുഴുവൻ അല്പം മാത്രം സദഖ ചെയ്തുകൊണ്ട്, അതിന് അവിടെ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഉദയത്ത് സഹിയാണെങ്കിലേ അല്പം സദഖ ചെയ്യണോ, മുഴുവൻ എടുക്കാൻ പറ്റുമോ എന്നും കൂടി, മുഴുവൻ എടുത്താലും വിരോധമില്ല എന്നും പറയുന്നവരും ഉണ്ട്. അപ്പൊ അവരുടെ അഭിപ്രായ വ്യത്യാസം ഉള്ള വിഷയമാണ്. ഏതായാലും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അല്പം സദഖ ചെയ്ത് ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾ എടുത്താലും ഉദയത്ത് സഹിയാകും എന്നുള്ളതാണ്. അപ്പൊ അത് ഒന്നാകെ ഉള്ള കുറെ മൃഗങ്ങൾ ഉണ്ടാവും അല്ലേ, കുറെ മൃഗങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ മൃഗങ്ങളുടെ ഇറച്ചിയൊക്കെ പാടാണ്ട് ഒരുമിച്ച് കൂട്ടി, എന്നിട്ട് അതിന്റെ ആ ഇറച്ചിയിൽ നിന്ന് 1/3 ഭാഗം, എല്ലാറ്റിന്റെയും കൂടി 1/3 ഭാഗം നീക്കം ചെയ്തു. അതിൽ പങ്കെടുത്ത ആളുകൾക്ക് അത് വിതരണം ചെയ്യുകയും ബാക്കി 1/2 ഫക്കീർ മിസ്കിന്മാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ വിതരണം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടും വിരോധമുള്ള വിഷയം അല്ല. അതുകൊണ്ടൊക്കെ സഹിയാകുന്നു. സഹിഹാവാതിരിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞതിലാണ്. ഒരു മൃഗത്തിൽ 7-ൽ കൂടുതൽ ആളുകൾ പങ്കുചേർന്ന് നോക്കുക, എന്നാൽ സഹിയാവൂല. അല്ലെങ്കിൽ എല്ലാ മറ്റുള്ള രൂപങ്ങളൊക്കെ സഹിയാവുന്നതാണ്. പിന്നെ മിഅ്റാജ് നോമ്പ് വെള്ളിയാഴ്ച വന്നാൽ കറാഹത്ത് വരുമോ? അങ്ങനെയല്ല. നമ്മൾ കാരണം ഇല്ലാത്ത ഇതുണ്ടല്ലോ. ഇപ്പൊ
അറഫാ ദിവസം വെള്ളിയാഴ്ച വന്ന് നിൽക്കുക എന്നാ കറാഹത്താന്നല്ലേ പറഞ്ഞത്. അതല്ലെങ്കിൽ അയ്യാമുൽ ബീദ് ഉണ്ടല്ലോ, അയ്യാമുൽ ബീദിന്റെ എല്ലാ മാസവും 13, 14, 15 നോമ്പൊരുക്കൽ സുന്നത്താ. ഒരാൾ അയ്യാമുൽ ബീദ് ഒരു ദിവസം മാത്രമേ നോൽക്കുന്നുള്ളൂ നിൽക്കുക, അത് വെള്ളിയാഴ്ചയായി നിൽക്കുക, എന്നാലും വിരോധമില്ല. അങ്ങനത്തെ പ്രത്യേക കാരണം ഒന്നും ഇല്ലാതെ പിന്നെന്താ വെള്ളിയാഴ്ചയെ മാത്രം സുന്നത്ത് നോമ്പിന് വേണ്ടി തെരഞ്ഞെടുക്കുക, അതാണ് പറ്റുകയില്ല എന്ന് പറഞ്ഞത്. ഹജ്ജിന്റെ ഫിദിയ മക്കൾക്ക് പുറത്ത് വിതരണം ചെയ്യാൻ പറ്റൂല. ഹജ്ജ് സംബന്ധമായ പിന്നെ ഫിദിയകളും ഒക്കെ ഉണ്ടല്ലോ, ഹജ്ജ് ഉംറ സംബന്ധമായ ഫിദിയ ഹറമിന്റെ അകത്ത്, മക്ക ഒന്നും നിർബന്ധമില്ല, ഹറം പ്രദേശത്തായിരിക്കണം. മക്കയുടെയും അപ്പുറത്തേക്കും ഉണ്ട് ഹറം, മക്കയുടെയും അപ്പുറത്തേക്ക് ഹറമുണ്ട്. ഉദാഹരണം മുസ്ദലിഫ ഹറമിൽപ്പെട്ടതാണ്, മിന ഹറമിൽപ്പെട്ടതാണ്, അറഫ ഹറമിൽപ്പെട്ടതല്ല. അപ്പോ ഹറമിന്റെ ഉള്ളിലായിരിക്കണം ഹജ്ജ് ഉംറ സംബന്ധമായ ഫിദിയ കൊടുക്കേണ്ടത്. അത് സംബന്ധമായിട്ടുള്ള പിന്നെ ഫിദിയകളൊക്കെ അത് ഹറമിന്റെ ഉള്ളിലായിരിക്കണം, ഹറമിന്റെ പുറത്ത് കൊടുത്താൽ സഹിയാവുകയില്ല. ഞാൻ ഈ വർഷം ഹജ്ജിന് പോയിരുന്നു. എന്റെ പ്രവർത്തനം കൂടാതെ കുളിക്കുമ്പോൾ വുളു ചെയ്യുമ്പോൾ ഒക്കെ ചില മുടി കൊഴിഞ്ഞിട്ടുണ്ട്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഫിദിയ കൊടുക്കാമോ? നോമ്പ് നോൽക്കുമ്പോൾ എന്താണ് നിയ്യത്ത്? അറിയണമെങ്കിൽ എത്ര കൊടുക്കണം? നിങ്ങൾ കുളിക്കാൻ സമയത്ത് നിങ്ങളുടെ വസ്ത്രത്തിൽ മുടി കണ്ട് അതിനൊന്നും ഫിദിയ കൊടുക്കണ്ട. നിങ്ങളുടെ പ്രവർത്തനം കാരണം മുടി പോകുന്നതാണ്, എന്നാൽ ഫിദിയ കൊടുക്കണം. അത് ഒരു മുടിയാണ് പോകുന്നതെങ്കിൽ ഒരു മുദ്ദ് കൊടുത്താൽ മതി, 650 ഗ്രാം. 2 മുടി പോകുന്നത് നിൽക്കുക, എന്നാൽ 2 മുദ്ദ്. 3 മുടി പോകുന്നു നിൽക്കുക, എന്നാൽ ഒരു മുഴുവൻ ഫിദിയ കൊടുക്കണം. എന്താ മുഴുവൻ ഫിദിയ പറഞ്ഞാല്? മുഴുവൻ ഫിദിയ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 3 ദിവസം നോമ്പ് നോൽക്കുക, അതല്ലെങ്കിൽ ഒരു ആടിനെ അറുത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ 6 മിസ്കീന്മാർക്ക് അരസാഴി വീതം ഭക്ഷണധാന്യം നൽകുക. ഇതിൽ എളുപ്പപതാണല്ലേ, 3 ദിവസം നോമ്പ് കൊടുക്കുന്നതിനേക്കാളും ഒരാടിനെ അറുത്ത് കൊടുക്കുന്നതിനേക്കാളും എളുപ്പം 6 മിസ്കീന്മാർക്ക് അരസാഴി വീതം എന്ന് വെച്ചാൽ 6 മിസ്കീന്മാർക്ക് 1 കിലോ 300 ഗ്രാം വീതം ഭക്ഷണധാന്യം കൊടുക്കുക, അരിയോ ഗോതമ്പെന്നിന് കൊടുക്കുക. അതാണ് അത്. നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് മുടി കൊഴിഞ്ഞെങ്കിൽ അത് ചെയ്താൽ മതി. അതല്ലാതെ നിങ്ങൾ എവിടെയും വസ്ത്രത്തിൽ മുടി കണ്ടു നിൽക്കുക, അതുകൊണ്ടൊന്നും കൊടുക്കാൻ നിർബന്ധമില്ല. നിങ്ങൾ കൊടുത്തു വിചാരിക്കുക, അതുകൊണ്ട് വിരോധമില്ലേന്നു. സൂക്ഷ്മതയ്ക്ക് വേണ്ടി നിങ്ങളതിനെ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമുള്ള കാര്യമൊന്നല്ല, ചെയ്യാവുന്നതാണ്, പക്ഷെ നിർബന്ധമില്ല. ഉംറക്കാർ വിദാഇന്റെ തവാഫ് ചെയ്യുന്നത് വിവരിക്കാമോ? ഉംറക്കാർക്ക് അവിടെ 2 അഭിപ്രായമാണ് ഈ വദാഇന്റെ തവാഫിനെ കുറിച്ച്. വദാഇന്റെ തവാഫ് മക്കയോട് വിട പറയുന്ന ആളുകൾക്ക് നിർബന്ധമാണ്. മക്കയിൽ നിന്ന് 2 മർഹല ദൂരത്തേക്ക് യാത്ര പോകുന്ന, 2 മർഹല ദൂരമുള്ള സ്ഥലത്തേക്ക് വിട പറയുന്ന ആൾ ആ മക്കയോട് വിട പറയുന്ന സമയത്ത് വദാഇന്റെ തവാഫ് നിർബന്ധമാണ് എന്നൊരഭിപ്രായം. ഈ കാര്യം ശരിക്കും മനസ്സിലാക്കാൻ കേട്ടോ. വദാഇന്റെ വിഷയത്തിൽ 2 അഭിപ്രായം. ഒരഭിപ്രായം എന്താണ്? മക്കയോട് വിട പറയുകയാണ്. എങ്ങോട്ട് വിട പറയുകയാണ്? 2 മർഹല ദൂരത്തേക്ക് വിട പറയുന്നു, 132 കിലോമീറ്റർ ദൂരത്തേക്ക് വിട പറയുകയാണ്. എന്നാൽ ആ വിട പറയുന്ന സമയത്ത് വദാഇന്റെ തവാഫ് നിർബന്ധമാണ് എന്നൊരു അഭിപ്രായം. ഈ അഭിപ്രായം അനുസരിച്ച് എന്ത് വിഷയത്തിന് വേണ്ടി മക്കയിൽ നിന്ന് വന്നു, മക്കന്റെ പുറത്ത് പോകാൻ നിൽക്കുക, എന്നാൽ അവർക്ക് വദാഇന്റെ തവാഫ് നിർബന്ധമാണ്. മക്കയിൽ താമസിക്കുന്ന ഒരാളാണ്, അയാൾ ഉംറ കഴിഞ്ഞിട്ട് പിന്നെ പോകാൻ നിൽക്കുക, എന്നാലും അല്ലെങ്കിൽ വെറുതെ അയാള് അയാൾ നാട്ടിൽ പോവാണ്, മക്കയെ ജോലി ചെയ്യുന്ന ആളാണ്, അയാൾ നാട്ടിൽ പോവാണ്. നാടാണ് 2 മർഹല ദൂരത്തുള്ള സ്ഥലമാണേനും, എന്നാലൊക്കെ ഈ അഭിപ്രായം അനുസരിച്ച് വദാഇന്റെ തവാഫ് നിർബന്ധമാണ്, സുന്നത്തല്ല, നിർബന്ധമാണ്. ഇതൊരഭിപ്രായമാണ്. മറ്റൊരു അഭിപ്രായം, വദാഇന്റെ തവാഫ് അത് ഹജ്ജിന്റെ അമലിൽപ്പെട്ട അമല് മാത്രമാണ് എന്നൊരു അഭിപ്രായം. അപ്പൊ ഹജ്ജ് കഴിഞ്ഞ് പിന്നെ അവൻ നാട്ടിലേക്ക് തിരിക്കാണ്, അപ്പൊ ആ സമയത്ത് നിർബന്ധമാണ്. അതല്ലാത്ത വിഷയങ്ങളിലൊന്നും വദാഇന്റെ തവാഫ് ഇല്ല എന്ന അഭിപ്രായം. ഈ അഭിപ്രായം സ്വീകരിക്കലാണ് ഏറ്റവും സൗകര്യം, ഏറ്റവും ഉത്തമം എന്നുള്ളത് പറഞ്ഞത് ഏറ്റവും സൗകര്യം അതാണ്. വദാഇന്റെ തവാഫ് ഉംറയുടെ അമലിൽപ്പെട്ടതല്ല. പിന്നെ മക്കയോട് വെറുതെ വിട പറയുമ്പോഴും നിർബന്ധമുള്ള വിഷയമല്ല. വദാഇന്റെ തവാഫ് അത് ഹജ്ജിന്റെ അമലുകൾപ്പെട്ട അമല് മാത്രമാണ്. ഈ അഭിപ്രായം സ്വീകരിക്കുക. ആ അഭിപ്രായം അനുസരിച്ച് ഹജ്ജ് കഴിഞ്ഞ് അവൻ മക്കയോട് വിട പറയുകയാണ്, എന്നാൽ മാത്രമേ വദാഇന്റെ തവാഫ് നിർബന്ധമുള്ളൂ. അപ്പൊ ഉംറ കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, വദാഇന്റെ തവാഫില്ല. അല്ലെങ്കിൽ വെറുതെ മക്കയെ താമസിക്കുന്ന ഒരാളാണ്, ജോലി ചെയ്യുന്ന ആളാണ്, അയാൾ നാട്ടിൽ പോവാണ്, അപ്പോഴൊന്നും വദാഇന്റെ തവാഫ് നിർബന്ധമില്ല.
ഈ അഭിപ്രായം അനുസരിച്ച് ഈ അഭിപ്രായം സ്വീകരിക്കലായിരിക്കും സൗകര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫിദിയ നമുക്ക് ഒരാൾ തന്നു, മൂന്നാമത് ഒരാൾക്ക് കൊടുക്കുന്ന കാര്യം ആണ് ചോദിച്ചത്. എങ്ങനെ ഫിദിയ നമുക്ക് ഒരാൾ തന്നു, മൂന്നാമത് ഒരാൾ കൊടുക്കുന്ന കാര്യം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താ ഇപ്പൊ മനസ്സിലായില്ല? നിങ്ങൾ ഫക്കീർ മിസ്കിന്മാരിൽപ്പെട്ട ഒരാളാണ് അല്ലേ? ഒരാളെന്ത് ചെയ്തു? അതാ ചോദ്യം. നിങ്ങൾക്ക് ഒരാളെന്ത് ചെയ്ത്, നിങ്ങൾ വാങ്ങാൻ അർഹതപ്പെട്ട ആളാണ്, ആ നിലക്ക് നിങ്ങൾക്ക് ഒരാൾ ഫിദിയ തന്നു. അത് നിങ്ങൾ വേറെ ആൾക്ക് കൊടുക്കണ വിരോധം ഉണ്ടല്ലോ? ഒരു വിരോധവും ഇല്ല. അതാണ് ആ ചോദ്യം. അതാണെങ്കിൽ അതുകൊണ്ട് വിരോധമില്ല. പിന്നെ നോമ്പ് നോൽക്കുകയാണെങ്കിൽ ഫിദിയന് സംബന്ധമായ നോമ്പ് നോൽക്കുകയാണെങ്കിൽ എന്താണ് നിയ്യത്ത് എന്താ വേണ്ടത്? അപ്പൊ തന്നെ ഹജ്ജിന്റെ ഫിദിയയായ പിന്നെ ഹജ്ജിന്റെ ഫിദിയയായ നോമ്പ്, ഫിദിയയുടെ നോമ്പ് ഞാൻ നാളെ നോൽക്കുന്നു തന്നെ നിർബന്ധമാണ്. അപ്പൊ സുന്നത്തായ നോമ്പ് ഒന്നുമല്ല, നിർബന്ധമായ നോമ്പ് തന്നെ. ആ നോമ്പ് ഞാൻ നാളെ നോൽക്കുന്നു എന്ന നീയത്ത് തന്നെ. എന്താ നീയത്ത് എന്ന് പറഞ്ഞാലേ, നീയത്ത് പറയുമ്പോൾ ഞാൻ നാളെ നോമ്പ് നോൽക്കാന്ന് മനസ്സിൽ കരുതല്ലേ? ആ നാളെ ഞാൻ നോമ്പ് നോക്കാൻ എന്ത് നോമ്പാണ്? അത് ഹജ്ജ് സംബന്ധമായ ഫിദിയയുടെ നോമ്പാണ് എന്ന് മനസ്സിൽ കരുത്. അതിലെ പള്ള നീയത്ത് പറഞ്ഞാല് അതാണിപ്പോ നീയത്ത് പറഞ്ഞാലേ. അയാൾ ജിദ്ദയിലാണ് എന്ന്. ശരി, ഇത് മറ്റാള് ഇത് ആയിക്കോട്ടെ, നിങ്ങളൊരാളെ ഏൽപ്പിച്ചു എന്നില്ലേ? ജിദ്ദയുള്ള ഒരാളാണ്. അയാള് എന്ത് ചെയ്തു? ഹജ്ജ് സംബന്ധമായ ഉംറ സംബന്ധമായ ഫിദിയ ഹറമിൽ തന്നെ കൊടുക്കണമെന്ന് ഉദാഹരണം പറയാണ്. ഒരാൾ എന്ത് ചെയ്തു? അയാള് ഫിദിയ കൊടുക്കാതെ അയാൾ മക്കയോട് വിട പറഞ്ഞു. ഫിദിയ കൊടുക്കാതെ അയാൾ മക്കയോട് വിട പറഞ്ഞു. എന്നാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ? മക്കന്റെ അകത്തുള്ള ഹറമിന്റെ അകത്തുള്ള ഒരാളെ വക്കാലത്താക്കാം. ജിദ്ദയിൽ പോയി നിൽക്കുക. ഞങ്ങളുടെ മക്കത്തുള്ള ഒരാൾക്ക് വിളിച്ചറിയാം. ആൾക്ക് ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ ഒരു 6 മിസ്കിന്മാർക്ക് പിന്നെ ഒരു 1,300 വീതം നീ അരി വാങ്ങിയിട്ട് എന്ത് ചെയ്യണം? കൊടുക്കണം കേട്ടോ, ഞാൻ നിന്നെ വക്കാലത്താക്കുന്നു എന്ന് പറയാം. അങ്ങനെ ചെയ്യാവുന്നതാണ്. ഉസ്താദെ സമസ്ത ഭരണഘടനകൾ എനിക്കറിയില്ല. അതിപ്പോ ഇത് ഫിഖ് സംബന്ധമായ ചോദ്യമല്ലല്ലേ അല്ലേ? സമസ്തന്റെ ഭരണഘടന ഇപ്പൊ ഇവിടെ പറഞ്ഞത് എന്താ ഇങ്ങനത്തെ ഈ ഫിഖ് സംബന്ധമായ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന സമയത്ത് സമസ്തന്റെ ഭരണഘടന എനിക്കതിനെ പറ്റി അറിയും ചെയ്യോട്ടാ. ഉസ്താദ് ഒരാളുമായുള്ള സംസാരത്തിൽ വന്ന ചോദ്യം നിങ്ങളത് ഈ ഇദ്ദേഹത്തോട് ചോദിക്കുക. സമദ് ഫൈസിന്റെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ സമദ് ഫൈസി വരും. സമദ് ഫൈസി വന്നിട്ടുണ്ടെങ്കിൽ അത് സംബന്ധമായ എന്ത് ചോദ്യം മൂപ്പര് ചോദിക്കും. സമസ്തന്റെ ഭരണഘടന ആവട്ടെ, മറ്റ് സമസ്തയിൽപ്പെട്ട വ്യക്തികളാവട്ടെ, അതൊക്കെ ആ വിഷയത്തിൽ മൂപ്പര് വലിയ കഴിവുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തോട് മൈക്കെടുത്ത് ചോദിക്കുകയോ അതിൽ PM ചോദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഇൻഷാ അല്ലാഹ് അതിന് നല്ല വ്യക്തമായ മറുപടി നൽകും. എനിക്കത് സംബന്ധമായി അറിയുകയില്ല. പിന്നെ അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനിയും കുറെ PM ഉണ്ട്. ഞാൻ നിങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ ID ഇവിടെ എപ്പോഴും ഉണ്ടാവും. ഈ ID ഇവിടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോ അതിലേക്ക് നിങ്ങൾ സംശയമുള്ളത് PM ചെയ്തിടുക. അപ്പൊ പിന്നീട് ഞാൻ ആ PM കാണുമ്പോൾ അതിന് മറുപടി ആ PMൽ കൂടെ തന്നെ ഞാൻ നൽകും ഇൻഷാ അല്ലാഹ്. പിന്നീട് ഈ സമയത്ത് പിറ്റേ ദിവസം മൈക്കെടുക്കുന്ന സമയത്ത് മൈക്കെടുത്ത് ഞാൻ മറുപടി പറയുകയും ചെയ്യും. അപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് PM ചെയ്യുന്നതിനേക്കാളും ഏറ്റവും പിന്നെ നന്നാകുക അതിന്റെ മുമ്പ് PM ചെയ്യലാണ്. അങ്ങനെ ആകുമ്പോ അത് സംബന്ധമായ നക്കലുകളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഫിഖിന്റെ കിതാബിന്റെ നക്കലുകൾ മറ്റൊക്കെ നോക്കാം. ആ നക്കലുകളോട് കൂടി നമുക്ക് പറയാം. അപ്പൊ അതായിരിക്കും ഏറ്റവും സൗകര്യം. ഏതായാലും ശരി, ഇനി കുറെ PM ഉണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് അത് നോക്കി മറുപടി നിങ്ങൾക്ക് PMലൂടെ നൽകുകയും പിന്നെ നാളെ ഈ സമയത്ത് മൈക്കെടുക്കുമ്പോൾ വിശദീകരിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹു അവന്റെ ദീനിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ.
ഒരുപാട് ആളുകൾ പല വിഷയത്തിനും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹുത്തിലെ പൂർത്തിയാക്കി കൊടുക്കട്ടെ. അള്ളാഹു ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ. രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. മരിച്ചവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയൊക്കെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മൾ മരിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് സ്വർഗം കണ്ടു മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ നമ്മയും നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.